നാശനി കബീഷം അക്ഷഹന്താരം വന്ദേ ലങ്ക ഭയങ്കരം. അഞ്ജന ചന്ദനം വീരം എന്നാണോ അഞ്ജന നന്ദനം വീരം എന്നാണോ? അഞ്ജനാദേവിയുടെ നന്ദനനായ മകനായ വീര ഹനുമാൻ, അങ്ങനെയല്ലേ തിരുമേനി? അങ്ങനെയും ചൊല്ലി കേട്ടിട്ടുണ്ട്. ആഞ്ജനേയ അതിപാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം അല്ലേ? ഇതെന്താ അന്താക്ഷരി കളിക്കുകയാണോ അതോ അക്ഷരശ്ലോക മത്സരം? കാവ്യ കേളി. അവിടുന്ന് തങ്ങുന്നത് എവിടെയാണ്? ക്ഷേത്രമക മഠത്തിൽ. ഒറ്റയ്ക്കാവും? കുടുംബം കൂടിയുണ്ട്. ഈ കുടുംബം എന്ന് പറയുമ്പോൾ അകത്തുള്ള ആളും മക്കളും, ഭാര്യയും മക്കളും. ദേവൻ ചൈതന്യക്ഷയ നിമിത്തം ക്ഷേത്രം വിട്ടു പോയിരിക്കുന്നുവെന്ന് ഇതിനോടകം തെളിഞ്ഞിരിക്കുന്നു. കാരണം പൂജാരി നിത്യബ്രഹ്മചാരി അല്ല എന്ന് പറയുന്നു. ശക്തിമുഖ ഹനുമാന്റെ വിഗ്രഹം തന്നെ ആൽത്തറയിൽ പോയിരുന്നാണ്. ദൈവകാര്യങ്ങളിൽ മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങൾ സഞ്ചരിച്ചതിനും തെളിവുണ്ട്. പ്രത്യക്ഷമായതിനും തെളിവുണ്ട്, അപ്രത്യക്ഷമായതിനും തെളിവുണ്ട്. പാല് കുടിച്ചതിന് തെളിവുണ്ട്. സ്വയംഭൂവായ വിഗ്രഹങ്ങളുമുണ്ട്. അതൊക്കെ ഐതിഹ്യങ്ങളല്ലേ, സോളിഡ് പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങൾ. ഭക്തനെ സംബന്ധിച്ച് വിശ്വാസമാണ് പ്രധാനം. കോടതിയിൽ സാക്ഷി പറഞ്ഞതിനെതിരെ കൗണ്ടർ ചെയ്യാം, അതിനുള്ള തെളിവുകളും നിരത്താം. ശ്രീകോവിലിൽ വിഗ്രഹം കാണാതെ പുറത്തിറങ്ങിയ താങ്കൾ എൻ്റെ സമീപത്ത് വിഗ്രഹം കണ്ടു എന്നാണ് പറഞ്ഞത്. അതെ. ഞാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയായിരുന്നു വിഗ്രഹം? ഇത്ര ദൂരം വരും. നിങ്ങൾ എന്താ ഈ പറയണേ? അത്രയുണ്ടോ? അല്ല, അദ്ദേഹം പറയട്ടെ സാർ. ഇത്ര 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 ദൂരം. അളവെത്ര? ഒരു 2 മീറ്റർ വരുമായിരിക്കും. 2 അടി എന്നല്ലേ ഉദ്ദേശിച്ചത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. സാക്ഷിക്ക് ഉത്തരം കൊടുക്കാൻ പാടില്ല. 2 മീറ്റർ എന്നാണ് സാക്ഷി പറഞ്ഞത്. ആ ദൂരം ഒന്ന് അളക്കൂ. അളക്കുന്നത് അടുത്ത് വന്ന് കാണാൻ അനുവദിക്കണം യുവർ ഓണർ. ഐ ഒബ്ജക്ട്. സാക്ഷിക്ക് അത് ബുദ്ധിമുട്ടാവും. He may intimidate or influence the witness. No, let him come and cross-examine. That's his right. അളന്നോളൂ. സർ 1.65 meters. 1.65 meters. ആ 2 മീറ്റർ അടുത്തുണ്ടല്ലോ. 5.4 അടി വന്നു. ആ, മഹാനുഭാവൻ പറഞ്ഞത് 2 അടി എന്നാണ്. He is not competent to gauge the distance. Accused made him confused. പോറ്റി, നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് കോടതിയോട് പറയാം. മഹാനുഭാവന്റെ വെഞ്ഞാർത്ത് എനിക്ക് മനസ്സിലായിട്ടൊന്നുമല്ല. കോടതിയായി പോയി. അളന്ന് ബോധ്യപ്പെട്ടെങ്കിൽ അവിടെ പോയി നിന്നോളൂ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നീളം, വണ്ണം, ഉയരം എന്നീ 3 മാനങ്ങളുള്ള ഒരു ഖരരൂപം മാത്രമായാണ് ഇദ്ദേഹം വിഗ്രഹത്തെ കണ്ടത്. വിഗ്രഹത്തിൻ്റെ കാലം എന്ന 4-ാം മാനവും ആത്മീയം എന്ന 5-ാം മാനവും കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് വിഗ്രഹമോഷണം പോയതെന്ന് ഇദ്ദേഹം പറയുന്നത് എന്ന് പറയും. സാറേ, എത്രയായി കാണും? 11:30 ആയി കാണും. ഒന്നും ഉണ്ടായിരിക്കും, 2 എണ്ണം തെറ്റിക്കാതെ. സോറി സാറേ. അടുത്ത സാക്ഷിയെ വിളിക്കൂ. CW2 കലാദേവി. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. ആഞ്ജനേയ ഭഗവാനാണ്, പഴനി ആണ്ടവനാണ്. ഞാൻ ഏറ്റുപറയുന്നു, കോടതി മുൻപാകെ ഞാൻ സത്യം മാത്രമേ പറയൂ. പറഞ്ഞതുപോലെ പറയൂ. എനിക്ക് വിശ്വാസമുള്ള ദൈവത്തിൻ്റെ പേരിലല്ലേ ഞാൻ സത്യം ഇടേണ്ടത്. ഞാനെന്നും എൻ്റെ ധരമെന്നും എനിക്കനേകം സ്ഥാനങ്ങളുണ്ടൊഴികയില്ലേ. അതായതൊന്നും പ്രാർത്ഥന കഴിഞ്ഞോ? കഴിഞ്ഞു.
നിങ്ങൾക്ക് ഈ കേസിനെ ആസ്പദമാക്കിയിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് അറിയാമോ? അറിയാവോന്നോ? അറിയാത്ത കാര്യം പറയാൻ ഞാനിതിന് വരണോ സാറേ? എന്നാ പറഞ്ഞോളൂ. അതല്ലേ പറയാൻ പോകുന്നത്. ഞാൻ എന്നും രാവിലെ 4 മണിന്നൊരു സമയമുണ്ടെങ്കിൽ ആ നേരത്തെ എഴുന്നേറ്റ് കൊട്ടൻ ചുക്കാതെയും കൈതോന്നിയും കറ്റാർവാഴയും നീലാംബരിയും ഒക്കെ സമാസമം ചേർത്തിട്ട് കാച്ചിയ എണ്ണ തലേ വെച്ച് 1/2 മണിക്കൂർ ഇരിക്കും. എന്നിട്ട് തലേ ദിവസം പിടിച്ചു വെച്ച വെള്ളത്തിൽ കുളിച്ച് ഈറം മാറും. ഇത്രയും തേച്ചിട്ടും മുടിയില്ലേ എന്നായിരിക്കും. അയ്യോ, ഇത് നോക്കണ്ട. ഇതേ എൻ്റെ കൊച്ചു വരെ ചോറോടിന് പളരി കൊണ്ടുപോയപ്പോൾ മുട്ടയടിച്ചതാണ്. മനസ്സിലായോ? 3 മാസമേ ആയുള്ളൂ. വളർന്നിറങ്ങിയത് കണ്ടോ? സാർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഈ മുടി ഇങ്ങനെ പോകത്തില്ലായിരുന്നു. ഇഷ്ടമായി. എണ്ണ തേച്ച കാര്യമൊന്നും വേണ്ട, സംഭവത്തിലേക്ക് വരൂ. പ്രസ്തുത ദിവസം എന്താണ് ഉണ്ടായത്? അത് തന്നെയാണ് പറയാൻ പോകുന്നത് സാറേ. 2/1/2020 പതിവ് പോലെ ഞാൻ എൻ്റെ ജോലിയൊക്കെ തീർത്ത ശേഷം ആടിനെ കറന്നെൻ്റെ ഭർത്താവിന് ചായയും കൊടുത്തേച്ച് ലളിതാ സഹസ്രനാമവും ചൊല്ലി കോഴിയെയൊക്കെ തുറന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ സമയം 5. PP, ഞാൻ നിസ്സഹായനാണ്. ഐ ആം ഹെൽപ്ലെസ്. ബാക്കി പറയട്ടോ? ആ പറ. സംഭവം മാത്രം ചുരുക്കി പറഞ്ഞാൽ മതി. അതിലേക്കാണ് വരുന്നത്. അന്ന് രാവിലെയും ഞാൻ പതിവ് പോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാ ദിവസത്തെയും പോലെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിലെ തിടപ്പള്ളിയിൽ നിന്ന് എണ്ണയും തിരിയൊക്കെ എടുത്ത് തിരുവേരി തിരിയും കത്തിച്ച് അമ്പലത്തിനകത്തോട്ട് കയറി. ഓ, പിന്നെ കേട്ടതൊരൊറ്റ വിളിയായിരുന്നു. എൻ്റെ ഭഗവാനേ, ഭഗവാന്റെ പഞ്ചലോഹ വിഗ്രഹം കാണാനില്ലെന്ന് തിരുമേനി. ഒടുക്കം പുറത്തിരുന്ന സ്വാമിയാരുടെ സജ്ജിക്കകത്ത് ഇത് വിഗ്രഹം കണ്ടെടുത്തു. ഓ, അപ്പോഴും കള്ളത്താടി രുദ്രാക്ഷവും ഒക്കെ ആയിട്ട് ഒരു കുലുക്കവും ഇല്ലാതെ ഇരിക്കും ആ കള്ളസ്വാമി. നിങ്ങൾ ഈ പറയുന്ന സ്വാമി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? സ്വാമിയല്ല, ആ സ്വാമി വേണ്ട, ആ നിൽക്കുന്നത് തന്നെ. ഏത് പാതിരായ്ക്ക് കണ്ടാലും ശരി, ഞാൻ ആ മുഖം മറക്കത്തില്ല. ഒറ്റ തവണ ഒരാളെ കണ്ടാൽ ഞാൻ പിന്നെ മറക്കുന്ന പ്രശ്നമില്ല. അതിപ്പോൾ കള്ളനായാലും ശരി, ഏത് കൊള്ളരുതാത്തവനായാലും ശരി, സാറായാലും ജഡ്ജി സാറായാലും ശരി, മറക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാനങ്ങനെ. എനിത്തിങ് എൽസ്? നത്തിങ്. ക്രോസ്. താങ്കളിപ്പോൾ കള്ളസ്വാമി എന്ന് പറഞ്ഞല്ലോ. നല്ല സ്വാമിയെയും കള്ളസ്വാമിയെയും എങ്ങനെ തിരിച്ചറിയും? വിഗ്രഹം മോട്ടിക്കുന്നവനെ പിന്നെ കള്ളസ്വാമി എന്നല്ല നല്ല സ്വാമി എന്ന് വിളിക്കാൻ പറ്റുമോ സാറേ? ഞാൻ വിഗ്രഹം മോഷ്ടിക്കുന്നത് താങ്കൾ കണ്ടോ? വിഗ്രഹം മോഷ്ടിച്ചത് കണ്ടില്ല, പക്ഷേ മോഷണം ചെയ്ത വിഗ്രഹവുമായിട്ട് കണ്ടു. നാട്ടുകാർ പിടിച്ചതും പറഞ്ഞതും ഒക്കെ പിന്നെ വെറുതെയാണോ? നിങ്ങൾ ഭക്തജന കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നല്ലോ 2018-ലും 19-ലും. ഇപ്പോഴും ഞാൻ തന്നെയാണ് പ്രസിഡന്റ്. 2018-ൽ ഭക്തജന കമ്മിറ്റി പ്രസിഡന്റ് ആയിരിക്കെ ക്ഷേത്രത്തിലെ ആട്ടവിശേഷമായ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പൂജാദ്രവ്യങ്ങൾ വാങ്ങിച്ചതിൽ അഴിമതി നടത്തിയതിൽ പിടിക്കപ്പെട്ടില്ലേ? എന്നാര് പറഞ്ഞു? അതനുബന്ധിച്ച് നാട്ടുകാർ പോസ്റ്റർ വരെ ഒട്ടിച്ചു. ചേടാ, അങ്ങനെ ഏതെങ്കിലും കുറച്ച് നാട്ടുകാർ എന്തെങ്കിലും പറഞ്ഞെന്നോ പോസ്റ്റർ ഒട്ടിച്ചെന്നോ ഒക്കെ പറഞ്ഞ സത്യമാകുമോ? അപ്പോൾ നാട്ടുകാർ പറയുന്ന എല്ലാം സത്യമാണെന്ന് അഭിപ്രായമില്ല. നിന്നെ നാട്ടുകാർ വിഗ്രഹമായിട്ട് പിടിച്ചു എന്നുള്ളത് സത്യം. എൻ്റെ കാര്യം അങ്ങനെയല്ല. അമ്പഴ കള്ള, നിന്റെ മേലെയൊക്കെ മനസ്സിരിക്കട്ടെ. ബഹുമാനപ്പെട്ട കോടതി എന്നെ കള്ളൻ എന്ന് വിളിക്കുന്നു. നടപടി എടുക്കണം. പിന്നെ വേറെ എന്തോ നാ വിളിക്കേണ്ടത്? പുണ്യാത്മാവെന്ന് വിളിക്കാം. സത്യം. അല്ല, കള്ളെന്ന് വിളിക്കണ്ട. കോടതി കേസ് കേൾക്കുന്നതല്ലേ ഉള്ളൂ. ഓ, വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. എനി റീ? നോ റീ. അവൻ എവിടെ നിന്ന് കിട്ടിയോ ഇത്രയും ചില്ലറ? 8 മാസത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് സാറേ. അതിലെ ഓരോ നാണയത്തിലും എൻ്റെ അധ്വാനത്തിൻ്റെ ഉപ്പുരസമുണ്ട്. എന്ത് അധ്വാനമായിരുന്നു? ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പേരുടെ കൗണ്ടറിൽ ഇരിക്കുകയായിരുന്നു സാറേ. CW3 ബാബുകുട്ടൻ. നമസ്കാരം.
സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചു കൊള്ളാം. ദൈവസാക്ഷിയായിട്ട് കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചോളാം. ബാബുക്കുട്ടൻ എന്താണ് ജോലി? എനിക്ക് കൃഷിയുണ്ട്, പിന്നെ പശു വളർത്തലുണ്ട് സാർ. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അറിയാം. എങ്കിൽ പറഞ്ഞോളൂ. ശരിക്കും പറഞ്ഞാൽ 2/1/2020 വെളുപ്പിന് ഞാൻ സൊസൈറ്റിയിൽ പാൽ കൊടുക്കാൻ വേണ്ടി അമ്പലത്തിന് മുമ്പിൽ കൂടെ പോയിരുന്നു. അപ്പോൾ വത്സാന്നും പറഞ്ഞ് എന്നെ ആരോ വിളിച്ച്. അങ്ങനെ സാമി വന്ന പ്രസാദം ഞാൻ ഒറ്റ വലിക്കാണ്ട് കുടിച്ച്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ കിളി പോയി സാറേ. കിളി പോയി സാറേ. ഇവിടെ കിളി പോയിട്ട് നേരം കുറേ ആയി. കിളി പോയെന്ന് പറഞ്ഞാൽ? കിളി പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ, അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരിത്. സാറിന് കാര്യം മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഒരു മയക്കുമരുന്ന് കഴിച്ചതിൻ്റെ മയക്കം പോലെ. ഒബ്ജക്ഷൻ. പ്രോസിക്യൂട്ടർ ലീഡിംഗ് ആൻസേഴ്സ് കൊടുക്കാൻ പാടില്ല. അല്ല, ഇപ്പം ഞാനിതിനകത്ത് എന്താ എഴുതേണ്ടത്? ജഡ്ജിന് എഴുതാവുന്ന ഭാഷയിൽ ഒന്ന് വിശദീകരിക്കാമോ? കുറേ ചിത്രശലഭങ്ങളും തുമ്പികളും വന്നു. ചിത്രശലഭത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാ ഐറ്റം വേറെയാ. പിന്നെ കുറേ നിറങ്ങൾ എൻ്റെ ചുറ്റും വന്നു. അപ്പോൾ സ്വാമി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കണായിരുന്നു. എൻ്റെ കാലൊക്കെ തളർന്നില്ലാതാവണ പോലെ എനിക്ക് തോന്നി. സ്വാമിയുടെ അവസ്ഥയോ? എൻ്റെ അവസ്ഥ പോലെ തന്നെ ആയിരിക്കുമല്ലോ സ്വാമിയുടെ അവസ്ഥ. സ്വാമിയുടെ കിടക്ക് ഇത് അടിച്ചുകൊണ്ടിരിക്കണല്ല. യുവർ ഓണർ, സ്വാമി അടിച്ച് കിറങ്ങിയിരിക്കുമായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ ആള് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആ കൂട്ടിലിരിക്കുന്ന ആളാണ് സാർ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ക്രോസ്. സംഭവം നടന്ന ദിവസം ഞാൻ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ താങ്കൾ എന്നെ കാണില്ലായിരുന്നു. ഇല്ലായിരുന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ കയ്യിൽ വിഗ്രഹം കണ്ടോ? അന്നേരം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ സ്വാമി എന്ന കഞ്ചാവ് ലേഹം കഴിച്ചിട്ട് ഞാൻ ഇതായി പോയായിരുന്നല്ല. നിങ്ങൾ കഴിച്ചത് ശ്മശാനവാസിയായ ത്രയംബകേശ്വര പ്രസാദമാണ്. അതിലൊരു നുള്ളു കഴിച്ച താങ്കൾ വിതലത്തിൽ നിന്നും സുതലത്തിൽ നിന്നും തലാതലത്തിൽ നിന്നും രസാതലത്തിൽ നിന്നും ഉയർന്ന് മഹാതല ലോകത്തേക്കാണ് സഞ്ചരിച്ചത്. ആ ദിവ്യ കാഴ്ചയുടെ ശക്തി താങ്ങാനാവാതെ താങ്കളുടെ ഭൗതിക ദേഹം നിലംപതിച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ എങ്ങനെ എഴുതി വെക്കും? ഓ, എന്ത് പറയാനാ, എന്തോ കൂടിയത് അടിച്ചോണ്ട് വന്നിരിക്കുക. ത്രയംബകേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനല്ലേ? ശിവന്റെ പ്രസാദം കഴിച്ച് മയങ്ങിപ്പോയി എന്നെഴുതിയാൽ പോരെ? മതി മതി, അങ്ങനെ മതി. ഇനി എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ കയ്യിൽ വിഗ്രഹം ഇരിക്കുന്നതായി താങ്കൾ കണ്ടിട്ടില്ല എന്നും ഞാൻ താങ്കൾക്ക് തന്നത് കഞ്ചാവ് ലേഹ്യമല്ല എന്നും പോലീസ് പറഞ്ഞത് പ്രകാരം താങ്കൾ കോടതിയിൽ കളവായി മൊഴി നൽകുകയാണെന്നും പറയുന്നു. എന്തിനാണ് പേടിക്കുന്നത്? പറയൂ. നല്ല ശാപം കിട്ടിയാലെന്ന് പേടിച്ച്. ഇവിടെ ശാപമൊന്നുമില്ല. ബഹുമാനപ്പെട്ട കോടതി പ്രതി അന്ധവിശ്വാസം പരത്തി സാക്ഷിയെ ഭയപ്പെടുത്തുന്നു. ഈ മന്ത്രവും തന്ത്രവും വിശ്വാസവും ഒക്കെ കോടതിക്ക് പുറത്ത്. ഇവിടെ യുക്തിക്ക് നിരക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ പറയും. പറയാനുള്ളത് ഉറക്കെ പറയാം. ഈശ്വരാസ്തിത്വത്തെ ചോദ്യം ചെയ്ത മഹാരാജാക്കന്മാർ വരെ ഉണ്ടായിരുന്നു. ഘോര പാപ ശാപ താപ ഫലമായി ആ രാജ്യവുമാരുടെ 7 തലമുറകളും ഉച്ചോട് മുടിഞ്ഞിട്ടുണ്ട്. കാണാത്തതില്ല എന്ന് വാദിച്ച ന്യായസിംഹാസനങ്ങൾ കടപുഴകി പോയിട്ടുണ്ട്. ശ്വാസത്തെ കാണാൻ പറ്റുമോ? വൈദ്യുതിയെ കാണാൻ പറ്റുമോ? കണ്ടറിയാം കൊണ്ടറിയാൻ തക്ക ശക്തിയുണ്ടെന്ന് ഉറപ്പാണേ കളവെന്ന് പറയൂ വാദാത്മജ. ഓക്കെ, നെക്സ്റ്റ് വിറ്റ്നസ്. പ്രോസിക്യൂട്ടർ സാറിന്റെ മുന്നിലുള്ള മേശയുടെ വലതുവശത്ത് ഇരിക്കുന്ന ഈ പുസ്തകം ആരുടേതാണ്? ഒരുപക്ഷെ ഈ പുസ്തകം മുൻപ് ഇവിടെ ഇരുന്ന വക്കീലിൻ്റെതാവാം. പക്ഷേ ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ നിയറസ്റ്റ് പ്രോക്സിമിറ്റിയിൽ ഇരിക്കുന്നത് ആരാണ്?
അതായത് ആരുടെ പൊസഷനിലാണ് ഈ പുസ്തകമുള്ളത്? അത് ശരി, എന്നെ പ്രതിഭാഗം തെളിവിനായി മാർക്ക് ചെയ്യുകയാണ്. പ്രതി അപ്രസക്തമായ കാര്യങ്ങൾ ചോദിച്ച് സമയം കളയുന്നു. പൊസഷൻ സംബന്ധിച്ച് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് പ്രോസിക്യൂട്ടർ സാർ ഒഴിഞ്ഞു മാറി. ഈ ഇരിക്കുന്ന പുസ്തകത്തിൻ്റെ നിയറസ്റ്റ് പ്രോക്സിമിറ്റിയിൽ ഇരിക്കുന്നത് സാറാണ്. അപ്പോൾ ഇത് താങ്കളുടെ പൊസഷനിലാണ്. പുസ്തകത്തിലെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ എതിർഭാഗം കൂടി കേൾക്കണം. ചോരനല്ലാത്ത ഒരുവനെ അഥവാ മോഷ്ടാവല്ലാത്ത ഒരുവനെ ചോരമാർഗത്തിൽ കാണപ്പെട്ടു എന്ന് വരാമല്ലോ. മോഷ്ടാവല്ലാതിരുന്നിട്ടും കൊടിയ മർദ്ദനത്തെ ഭയന്ന് മോഷ്ടാവാണ് ഞാനെന്ന് പറഞ്ഞ മാണ്ഡവ്യൻ തന്നെ ഇതിന് ഉദാഹരണം. ആയതുകൊണ്ട് എല്ലാ തെളിവുകളും ശരിയാണെങ്കിൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ പാടുള്ളൂ. അല്പാപരാധൻ, ബാലൻ, വൃദ്ധൻ, വ്യാധിതൻ, ക്ഷുത്ത് കൊണ്ടോ തണ്ണീർദാഹം കൊണ്ടോ മാർഗസഞ്ചാരം കൊണ്ടോ തളർന്നവൻ എന്നുള്ളവരെ ശിക്ഷിക്കരുതെന്ന് നിയമപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ നമ്മുടെ നിയമപുസ്തകത്തിൽ എവിടെ പറയുന്നു? കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലെ 4-ാം അധികരണമായ കണ്ടകശോധനം, അതിലെ 83-ാം പ്രകരണം വാക്യകർമാനുയോഗത്തിലെ 8-ാം അധ്യായത്തിൽ. എന്ത് അസംബന്ധമൊക്കെയാണ് ഈ പറയുന്നത്? രാജാവും രാജഭരണവും രാജാധികാരവുമായി ബന്ധപ്പെട്ട് പ്രാചീന കാലത്ത് എഴുതപ്പെട്ട ആ പുസ്തകത്തിന് ഇന്നെന്ത് പ്രസക്തി? നോട്ട് റിലവന്റ്. രാജാവും അധികാരവും അടിമത്തവും ചോരണവും ചൂഷണവും പ്രാചീന കാലത്തിന് മാത്രമാണ്. താങ്കൾക്ക് കണ്ണ് കാണുകയും ചെവി കേൾക്കുകയും ചെയ്യുന്നില്ലേ പ്രോസിക്യൂട്ടർ സാർ? ഹിസ് ഹൈനസിന്റെ കേസ് വിളിക്കൂ. കേസ് നമ്പർ 260 ശകവർഷം 1783 along with presidency court reference number 1 and counter case from the palace. വാദി കൃഷ്ണനുണ്ണി, എതിർകക്ഷി ശ്രീ രുദ്രമഹാവീര ഉഗ്രസേന മഹാരാജാവ് തിരുമനസ്. രണ്ടാം എതിർകക്ഷി സജീവോത്തമൻ വീരഭദ്രൻ. കൗണ്ടർ കേസ് വാദി ഹിസ് ഹൈനസ് represented by palace secretary. എതിർകക്ഷികൾ ദേവയാനി ഉണ്ണി, സജീവോത്തമൻ. Yes. യുവർ ഓണർ, അക്യൂസ്ഡ് ഡോക്കി തന്നെ വേണ്ടേ? ഐ ഹോപ്പ് വി ക്യാൻ ഫോളോ ദ യൂഷ്വൽ പ്രൊസീജിയർ. യുവർ ഓണർ, മഹാരാജാവ് തിരുമനസ് പ്രതികൂട്ടിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ? We are asking the princely state to enter into the accused dock, and I strongly object. Counsel, you can consult His Highness whether he is willing to follow the normal court procedure.
Your Honor, His Royal Highness is ready to follow the rules of the court. നല്ലത്. ശുചിന സത്യസന്ധ്യേന യഥാശാസ്ത്രാനുസാരണ പ്രാണേതു ശക്യതി ദണ്ഡ സ്വസഹായേന നിയമത. നീതിന്യായം നടത്തുന്ന രാജാവ് ശുചിയാകണം, ശാസ്ത്രീയമായി ചിന്തിക്കണം, നിയമം അനുസരിക്കണം. ഇതൊരു അസാധാരണ സാഹചര്യമാണ്. ഐ മേ സേ ടോട്ടലി അൺപ്രസിഡന്റഡ്. ഈ കോടതിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു രാജാവിൻ്റെ വിചാരണ ഒരു പ്രജയുടെ പരാതിയിന്മേൽ ഇന്നാട്ടിൽ നടത്തേണ്ടി വന്നിട്ടില്ല. പ്രസിഡൻസി കോർട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ ഉത്തരവുള്ളതുകൊണ്ടും ഹിസ് ഹൈനസ് അദ്ദേഹത്തിൻ്റെ സമ്മതം അറിയിച്ചതുകൊണ്ടും മാത്രമാണ് ഈ വിചാരണ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ കേസിലെ എല്ലാ നടപടിക്രമങ്ങളും ഒരു മാമൂല് പോലെ പാലിക്കാൻ സാധിച്ചൊന്നും വരില്ല. എങ്കിലും നീതി നിർവഹണം ആവശ്യപ്പെടുന്ന രീതിയിൽ ചെയ്യാതിരിക്കാനും സാധിക്കില്ല. സോ എല്ലാവരും സഹകരിക്കുക. കോൾ ദ വിറ്റ്നസ്. ഒന്നാം സാക്ഷി കൃഷ്ണനുണ്ണി. ദൈവത്തിന്റെയും പൊന്നു തമ്പുരാന്റെയും പേരിൽ കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. ദൈവത്തിൻ്റെയും പൊന്നു തമ്പുരാൻ്റെയും പേരിൽ കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. പ്രൊസീഡ്. എന്തിനാണ് പരാതി കൊടുത്തത്? വിശദമായി പറയൂ. എൻ്റെ വീട് ചിത്രപുരി ഗ്രാമത്തിൽ കിഴക്ക് മാറിയാണ്. എനിക്കവിടെ കുന്നിൻമുകളിലപ്പൻ ക്ഷേത്രത്തിൽ പൂ കിട്ടുന്ന ജോലിയാണ്. എനിക്കൊരു മകളുണ്ട്. അവളുടെ പേര് ദേവയാനി എന്നാണ്. എൻ്റെ ഭാര്യ എൻ്റെ മകൾക്ക് 1 വയസ്സുള്ളപ്പോൾ ദീനം വന്നു മരിച്ചതാണ്. പിന്നെ ഞാൻ ജീവിച്ചത് മുഴുവൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. സംഭവം നടന്ന അന്ന്